ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്നു. ആർട്ടിക്കിൾ 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 1. ഇനി ആർട്ടിക്കിൾ 3 പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ പറ്റി പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. ഇനി ആർട്ടിക്കിൾ 13 എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂയെ പറ്റി പ്രതിപാദിക്കുന്നു. ജുഡീഷ്യൽ റിവ്യൂയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. ഒന്നുകൂടെ, ആർട്ടിക്കിൾ 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്നു. നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് യൂണിയൻ. ആർട്ടിക്കിൾ 3 സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 നിയമസമത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 14 നിയമസമത്വം, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ഇനി ആർട്ടിക്കിൾ 15 പൊതുസമത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 14 നിയമസമത്വം, ആർട്ടിക്കിൾ 15 പൊതുസമത്വം. ഇനി ആർട്ടിക്കിൾ 16 അവസര സമത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 14 നിയമസമത്വം, ആർട്ടിക്കിൾ 15 പൊതുസമത്വം, ആർട്ടിക്കിൾ 16 അവസര സമത്വം. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 17 എപ്പോഴും ചോദിക്കാറുള്ളതാണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ അയിത്തത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഇനി ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യം, 6 മൗലിക സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 6 മൗലിക സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ഇനി ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 21A ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം മൗലിക അവകാശമായ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21A പ്രസ്താവിക്കുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കലിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കലിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 ചൂഷണത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 23 ഫോഴ്സ്ഡ് ലേബർ അല്ലെങ്കിൽ ചൂഷണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ഇനി ആർട്ടിക്കിൾ 24 ഇതും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബർ. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ, 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കൽ, ആർട്ടിക്കിൾ 23 ചൂഷണത്തെ പറ്റി പ്രതിപാദിക്കുന്നു, ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. അനുച്ഛേദം 25 മതസ്വാതന്ത്ര്യത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തെ പറ്റി ചോദിക്കാറുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം ആർട്ടിക്കിൾ 29. ഇനി ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 29ഉം 30ഉം. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം, ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 32 റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 32 എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഭരണഘടനാ പ്രതിവിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഭരണഘടന പ്രതിവിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്
ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളും ആർട്ടിക്കിൾ 32. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അതേപോലെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം കൊണ്ടുവരുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 32 ആണ്. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഭരണഘടനാ പ്രതിവിധിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 32 ആണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 32 ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 47 മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 47 മദ്യനിരോധനം, ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനത്തെ പറ്റി പ്രതിപാദിക്കുന്നു. അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51. ഇനി ആർട്ടിക്കിൾ 51A റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നു. മൗലിക കടമകൾ 11 മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. ഇനി ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52 പ്രസിഡന്റിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന പദവി വേണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52 പ്രസിഡന്റിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 61 പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്നു. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 52 പ്രസിഡന്റിന്റെ പദവിയെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 61 പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 63. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 72. ഇതും സ്ഥിരം ചോദ്യമാണ്. ആർട്ടിക്കിൾ 72 പൊതുമാപ്പിനെ പറ്റി പ്രതിപാദിക്കുന്നു. പ്രസിഡന്റിന്റെ പൊതുമാപ്പ്, പാർഡണിംഗ് പവർ ഓഫ് പ്രസിഡന്റ് ആണ് ആർട്ടിക്കിൾ 72. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്നു. അറ്റോർണി ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 76. ഇനി ആർട്ടിക്കിൾ 108 അതും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 108 പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. ജോയിന്റ് സിറ്റിംഗ്. ആർട്ടിക്കിൾ 108 ജോയിന്റ് സിറ്റിംഗ്, സംയുക്ത സമ്മേളനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 108. ഇവിടെ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണെന്നും അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്നും ചോദിക്കാറുണ്ട്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്, പ്രസിഡന്റാണ്. എന്നാൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. എന്താണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി, അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 111 പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 111. ആർട്ടിക്കിൾ 110 മണി ബില്ല്, ആർട്ടിക്കിൾ 111 പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 112 ബജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആർട്ടിക്കിൾ 112 ബജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 112. ഇനി ആർട്ടിക്കിൾ 123 ഓർഡിനൻസിനെ പറ്റി പ്രതിപാദിക്കുന്നു. പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 123. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 124 ആണ്. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 143 പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ ഉപദേശം സ്വീകരിക്കുന്നതാണ് ആർട്ടിക്കിൾ 143. പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ ഉപദേശം ആരായുന്നതാണ് ആർട്ടിക്കിൾ 143. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 148 CAGനെ പറ്റി പ്രതിപാദിക്കുന്നു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 148. അതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 148 CAGയെ പറ്റി പ്രതിപാദിക്കുന്നു.
ഇനി ആർട്ടിക്കിൾ 153. ആർട്ടിക്കിൾ 153 ഗവർണറിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 153 ഗവർണറിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 161. ആർട്ടിക്കിൾ 161 പൊതുമാപ്പ്, ഗവർണറുടെ അധികാരം. ഗവർണറുടെ പൊതുമാപ്പിനുള്ള അധികാരത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 163. പ്രസിഡന്റിൻ്റെ ഏതായിരുന്നു? 72 പൊതുമാപ്പ്. ആർട്ടിക്കിൾ 161 പൊതുമാപ്പ്, ഗവർണറുടെ അധികാരത്തെ പറ്റി പറയുന്നു. ഓക്കെ. ഇനി ആർട്ടിക്കിൾ 165. ഇതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 165. ആർട്ടിക്കിൾ 165 അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്നു. അറ്റോർണി ജനറൽ 76, അഡ്വക്കേറ്റ് ജനറൽ 165. ഓക്കെ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 214. ഇതും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 214 ഹൈക്കോടതിയെ പറ്റി പ്രതിപാദിക്കുന്നു. സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? നമ്മൾ പറഞ്ഞ 124. 1, 2, 4 അത് തിരിച്ചിട്ടാൽ മതി ഹൈക്കോടതിയെ ഓർത്തിരിക്കാൻ. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി, ആർട്ടിക്കിൾ 214 ഹൈക്കോടതി. ഓക്കെ. ഇനി ആർട്ടിക്കിൾ 243A. ആർട്ടിക്കിൾ 243A ഗ്രാമസഭകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243A. ആർട്ടിക്കിൾ 243A ഗ്രാമസഭയെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 265 അനുച്ഛേദം 265 നികുതികളെ പറ്റി, ടാക്സസിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 265. ഇനി ആർട്ടിക്കിൾ 280. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 280. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ. അടുത്തത് ആർട്ടിക്കിൾ 300A. ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെ പറ്റി, ഒരു നിയമാവകാശമായിട്ട് സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 300A. ഇനി ആർട്ടിക്കിൾ 312. ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസിനെ പറ്റി പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 315 ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 315 പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നു. PSCയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 315 PSCയെ പറ്റി പ്രതിപാദിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 324 അതും റിപ്പീറ്റിംഗ് ചോദ്യമാണ്. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. ഓക്കെ. ഇനി ആർട്ടിക്കിൾ 326. ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. ആർട്ടിക്കിൾ 326 പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നു. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 326. ഇനി ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. ഇനി ആർട്ടിക്കിൾ 356 സംസ്ഥാന അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്നു. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356. ഓക്കെ. ആർട്ടിക്കിൾ 360. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്നു. ഫിനാൻഷ്യൽ എമർജൻസിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 360. സാമ്പത്തിക അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 360. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെ പറ്റി പറയുന്നു. അമെൻമെൻറ്റിനെ പറ്റി പറയുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും ആർട്ടിക്കിളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, ഒരു PSC പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ഇത്രയും. അപ്പോൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കുന്ന ഇത്ര ആർട്ടിക്കിൾ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനലിൽ SCRT ബേസ്ഡ് ക്ലാസ്സുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.